Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. 2024-25 വാർഷിക പദ്ധതി തുക ചെലവഴിക്കുന്നതിൽ ജില്ലയിലെ ഒന്നാം സ്ഥാനം നേടി അങ്കമാലി നഗരസഭ. സംസ്ഥാന തലത്തിൽ 87 നഗരസഭകളിൽ അങ്കമാലി നഗരസഭയ്ക്ക് 8ാം സ്ഥാനമാണ് ലഭിച്ചത്. സ്പിൽ ഓവർ ഉൾപ്പെടെ 102% തുക പ്രൊജക്ടുകളിലൂടെ ചെലവഴിച്ചു. 96.43% തൊഴിൽക്കരവും 90% വസ്തുനികുതിയും പിരിച്ചെടുത്തു. കൂടാതെ മാലിന്യമുക്ത നവകേരളം പരിപാടിയിൽ 100% നേട്ടം കൈവരിച്ചു. നഗരസഭയെ ഹരിത നഗരസഭയായി പ്രഖ്യാപിക്കാനും കഴിഞ്ഞു. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചതിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും നിർവഹണ ഉദ്യോഗസ്ഥരെയും അനുമോദിച്ചു. നഗരസഭാധ്യക്ഷൻ ഷിയോ പോൾ അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷമുണ്ട്. നഗരസഭ വൻ വിജയം നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞു. അത് ഭരണസമിതിയുടെ മാത്രം എടുക്കല്ല, ഭരണസമിതിയോടൊപ്പം ഭരണസമിതി ഉദ്യോഗസ്ഥരോടൊപ്പം നിന്നുകൊണ്ട് 100% മാലിന്യമുക്തത്തിൻ്റെ അല്ലെങ്കിൽ 100% സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിഞ്ഞ ഒരു മുനിസിപ്പാലിറ്റി എന്നത് ആരോഗ്യവകുപ്പിനും HSനും അല്ലെങ്കിൽ HIമാർക്കും ഒക്കെ അതിൻ്റെ എല്ലാവിധ അനുമോദനങ്ങളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പദ്ധതികൾ ചെലവഴിച്ച് പ്രധാനമായും പിന്നെ ഒരു മീറ്റിംഗ് ഓഫീസേഴ്സും ഉണ്ട്. അതുപോലെ നഗരസഭയിൽ AC മറ്റ് ഓഫീസർമാരും ഒക്കെ വളരെ കഷ്ടപ്പെട്ട് രാത്രി പകലാക്കി തന്നെയാണ് അവർ അത്രയും പണികളൊക്കെ ചെയ്തു തീർത്തത്. അതിന് പ്രത്യേകം അനുമോദനം അവർക്ക് ചെയ്യുന്നതാണ്. ഈ വിഷയം ആദ്യം തന്നെ എൻ്റെ പാർട്ടിയിലൊരു കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഒരു ദിവസം നമ്മുടെ LDF കൗൺസിലർ P ജോഷിയാണ് പറഞ്ഞത് നമുക്കൊരു ദിവസം വിളിച്ച് ഒന്ന് കൗൺസിൽ അനുമോദിക്കുന്നുണ്ട്. രണ്ടാമത് ശ്രീ മാത്യു തോമസ് എന്നൊക്കെ പറഞ്ഞാൽ അത് പോരാ, നമുക്കൊരു ദിവസം യോഗം വിളിച്ച് തന്നെ ഇവരെ എല്ലാം അനുമോദിക്കണം. നഗരസഭ ഉപാധ്യക്ഷ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ പോൾ ജോവർ, ജാൻസി അരീക്കൽ, ജിത ഷിജോയ്, മുൻ അധ്യക്ഷരായ മാത്യു തോമസ്, റിജി മാത്യു, കൗൺസിലർമാരായ റീത പോൾ, AV രഘു, മനു നാരായണൻ, ലിസി പോളി, ലില്ലി ജോയ്, സന്ദീപ് ശങ്കർ, സാജു നടുങ്ങാടൻ, റോസ്ലി തോമസ്, നഗരസഭാ സെക്രട്ടറി ജെയിൻ വർഗീസ് പാത്താടൻ, കില റിസോഴ്സ് പേഴ്സൺ P ശശി തുടങ്ങിയവർ സംസാരിച്ചു. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യമാണ് നമ്മൾ ബിസിനസ് സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആ സെമിനാറിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പദ്ധതി സ്പിൽ ഓവർ കൂടി തീരുമാനിച്ച ശേഷം ഈ മാസം തന്നെ 11-ാം തീയതിക്കകം നടപ്പ് വർഷത്തെ പദ്ധതികളെല്ലാം തന്നെ സുലേഖ സോഫ്റ്റ്വെയറിൽ എൻ്റർ ചെയ്ത് DPC അംഗീകാരത്തിന് സമർപ്പിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അതിന് മുഴുവൻ നിർവഹണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ അതിന് നേതൃത്വം വഹിക്കുന്ന വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻമാരുടെയും ബഹുമാനപ്പെട്ട ആസൂത്രണ സമിതി ഉപാധ്യക്ഷന്റെ കൂടി അദ്ദേഹത്തിൻ്റെയൊക്കെ നിതാന്തമായ ശ്രദ്ധയും ഈ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും സഹകരിപ്പിച്ച് ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഭരണസമിതി അംഗങ്ങളെയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങൾ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഈ കൗൺസിലിന്റെ ആരംഭത്തിലുണ്ടായിരുന്ന പലരും ഇപ്പം ഇല്ല. ഗവൺമെന്റിന്റെ പുതിയ നയം പോലും 3 വർഷമാകുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പോയവരെയും ഈ അവസരത്തിൽ പ്രത്യേകം സ്മരിക്കുകയാണ്, ഇപ്പോൾ ഉള്ളവരെയും സ്മരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ നയപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ആണ് ഭരണസമിതിക്ക് കഴിയുക. അതോടൊപ്പം തന്നെ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുക. സെക്രട്ടറി മുൻചെയർമാനൊക്കെ കാര്യങ്ങളോട് നമ്മൾ പങ്കിടുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുന്നതായിട്ട് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ-പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ്, CVR ട്രേഡ് സെന്റർ, ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.